Genesis chapter 4 verses 9 to 16. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 9 മുതൽ 16 വരെ. Then the Lord said to Cain, "Where is Abel your brother?" He said, "I do not know. Am I my brother's keeper?" കർത്താവ് കായനോട് ചോദിച്ചു, "നിന്റെ സഹോദരൻ ആബേൽ എവിടെ?" അവൻ പറഞ്ഞു, "എനിക്കറിഞ്ഞുകൂടാ. സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ?" And the Lord said, "What have you done? The voice of your brother's blood is crying to me from the ground." എന്നാൽ കർത്താവ് പറഞ്ഞു, "നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. And now you are cursed from the ground, which has opened its mouth to receive your brother's blood from your hand. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായ് പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. When you till the ground, it shall no longer yield to you its strength. You shall be fugitive and a wanderer on the earth. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞുതിരിയുന്നവനായിരിക്കും. Cain said to the Lord, "My punishment is greater than I can bear." കായൻ കർത്താവിനോട് പറഞ്ഞു, "എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. Behold, thou hast driven me this day away from the ground, and from thy face I shall be hidden. And I shall be a fugitive and a wanderer on the earth, and whoever finds me will slay me." ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ച് നടക്കണം. ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും. കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. Then the Lord said to him, "Not so. If anyone slays Cain, vengeance shall be taken on him sevenfold." And the Lord put a mark on Cain, lest any who came upon him should kill him. കർത്താവ് പറഞ്ഞു, "ഒരിക്കലുമില്ല. കായനെ കൊല്ലുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും." ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവന്റെ മേൽ ഒരു അടയാളം പതിച്ചു. Then Cain went away from the presence of the Lord and dwelt in the land of Nod, east of Eden. കായൻ കർത്താവിന്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് വാസമുറപ്പിച്ചു.